സ്ഥലമെടുക്കുന്ന നല്ല നീക്കവും നടത്തിയിട്ടാണ്. പൈസ കൊടുക്കുന്നടക്കം അതായത് അവിടെ മേൽപ്പാലത്തിനുള്ള കാശ് കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് ഫുട് ഓവർ അല്ലല്ല വെഹിക്കിൾ എവിടെ നിന്ന് നമ്മൾ ഈ ഇറക്കിറങ്ങിയില്ലേ, തിരിഞ്ഞ് അതിലേ വരും, എന്നിട്ട് ഇതിലേ കയറും, ഇപ്പുറത്തോടെ കയറും. ഒരു വഴി തെക്കേത്തറ വഴിക്കും ഒരു വഴി പാളായി പൂരകം വഴി അങ്ങനെ തിരിഞ്ഞു പോകും. പക്ഷേ ഇപ്പോൾ ഈ 100 ലൈൻ്റെ അലൈൻമെൻറ്റ് വരുന്നതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് വൈകുന്നത്. ഇവിടെ കൃഷ്ണദാസ് വന്നിരുന്നു, ഇല്ല വന്നിട്ടില്ല. നെല്ലായിരം വന്നിട്ടുണ്ട്. നല്ല ഇവിടെ എത്തിയില്ല. അപ്പോൾ അടുത്ത ആഴ്ച കാണും ഇരിഞ്ഞാലക്കുട വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണം. സ്റ്റോപ്പുകളും ഒരു ട്രെയിൻ ഔട്ടുണ്ട് 29, 28 ഔട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഉണ്ട്, 27 സ്റ്റോപ്പുകളുടെ കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോൾ കാണാം ഒരു നടുക്കസ്ഥലം കൂടി ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവിടെ നമുക്ക് മുഴുവൻ ബോഗികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അതും പ്രധാന പ്രശ്നം. പിന്നെ റെയിൽവേ ഫുട് ഓവർബ്രിഡ്ജ് നമുക്ക് ചവിട്ടി കയറാൻ പാടില്ല, പക്ഷേ അങ്ങനെയൊക്കെ പോകണം. ഫുട് ഓവർബ്രിഡ്ജ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ മേൽപ്പാലത്തിന് NOC കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാം ആയെന്ന് പറഞ്ഞു, പക്ഷേ പ്രവർത്തനത്തിൽ നമുക്ക് പ്രവർത്തനത്തിൽ എന്താ പ്രായോഗികമായിട്ടില്ല. ആ പണത്ത് കൊടുത്തു കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ എല്ലാവരും അതിൽ അതെ അതിന്റെ അലൈൻമെന്റിന്റെ ഒരു സ്കെച്ചും പ്ലാനും കൂടി വരാനുണ്ട്. പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷന്റെ സ്ഥലമുണ്ട്. ഉണ്ട്. പിന്നെ അതിൽ വേറെ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമിന് ലെങ്ത് ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. 10 ബോഗിക്കേ ഉള്ള അല്ലല്ല 10 ബോഗിയല്ല, 17 ബോഗി വരെ ഉണ്ട് പ്ലാറ്റ്ഫോം. പക്ഷെ അവിടെ ഫ്രണ്ടിൽ 3 ബോഗി കുറവാണ്. ഫ്രണ്ടിലും 3 ബോഗി കുറവാണ്. അവിടെ ഫ്രണ്ടിലും ഹൈറ്റ് കുറവാണ്. ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടല്ലോ. ഫ്രണ്ടിലും സ്ഥലമില്ല, അവിടെ ക്വാർട്ടേഴ്സ് ആണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നത് അതെ ഞാൻ നമുക്കറിവ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബോഗിക്കുള്ള സ്ഥലമുള്ളൂ, പക്ഷേ 22 ബോഗിക്ക് ലോങ് വരുമല്ലോ. അപ്പോൾ അതിന് പ്ലാറ്റ്ഫോം ഉണ്ട്, ഹൈറ്റ് കുറവാണ് ഫ്രണ്ടിൽ. അല്ല ആള് ചോദിക്കുന്നത് സ്ഥലം ഉണ്ടാവുമെന്ന്. നമുക്ക് എക്സ്റ്റൻഷന് സ്ഥലം ഉണ്ടോ? സ്ഥലം ഉണ്ടാവില്ല. അവിടെ ക്വാർട്ടേഴ്സിലാണ്. പിന്നെ പഴയ ക്വാർട്ടേഴ്സ് വ്യക്തമായിട്ട് അന്വേഷിച്ചു. ഇപ്പൊ ഞാൻ അന്വേഷിച്ചുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനൊരു സ്ഥലം ഉണ്ടെന്നാണ് നമ്മുടെ ധരിക്കാൻ പാടില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയണം സ്ഥലം. കാരണം ഇത് മിനിസ്റ്ററോട് ആവശ്യപ്പെട്ട മിനിസ്റ്റർ ആദ്യം ചോദിക്കുന്ന സ്ഥലം ഉണ്ടോ നമുക്ക് അവിടെ, ഇല്ലെങ്കിൽ സ്ഥലം ആരെടുത്ത് തരും? അടുത്ത ചോദ്യം അതാണ്. വണ്ടി ആയിട്ട് ആയിക്കോട്ടെ. അപ്പോൾ MLA അതുപോലെ തന്നെ ഇവിടുത്തെ MP അവരുമായിട്ടൊക്കെ ഇരുന്നിട്ട് സ്ഥലം വേണ്ടി വരുമെങ്കിൽ ആ സ്ഥലമെടുത്ത് അതിനുള്ള ഉറപ്പ് വാങ്ങി ഇതിൻ്റെ എസ്റ്റിമേറ്റ് എത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ തന്നെ അതിനുള്ള വക്കെത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും MP കൊണ്ട് ഇത് സാധിച്ചു തരാനുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ഗേറ്റ് അടയും. അപ്പോൾ പിന്നെ അങ്ങോട്ട് സ്ഥലം അവിടെ റെയിൽവേ ഉണ്ടാവുമല്ലോ. അതാ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ബാക്കി ടെക്നിക്കലായിട്ട് എന്തെല്ലാം ഇവിടെ വരുന്നുണ്ട്, എങ്ങനെ അത് സാധ്യമാകും എന്നുള്ള സാധ്യത പഠിച്ചിട്ട് വേണം എൻ്റെ അടുത്ത് പറയാൻ അല്ലേ. പിന്നെ നമുക്ക് ഫുട് ഓവർബ്രിഡ്ജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു 3 ട്രെയിനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറ എല്ലാം ഓഫ് ചെയ്യാം.